അങ്ങനെ 22 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഈസ്റ്റ് ബംഗാൾ വീണ്ടും ഡ്യൂറൻ കപ്പ് ചാമ്പ്യന്മാരായിരിക്കുകയാണ്. ആൻഡ് ദേ ഡിഡ് ഇറ്റ് ഇൻ സ്റ്റൈൽ. കളിയുടെ തുടക്കം മുതൽ ഡോമിനേറ്റ് ചെയ്ത് 22 മിനിറ്റിനുള്ളിൽ 3-0 എന്നുള്ള ലീഡ് നേടി ഒടുവിൽ 4-1 എന്ന സ്കോറിനാണ് അവരുടെ ഏറ്റവും വലിയ റൈവൽസ് ആയ മോഹൻ ബഗാനെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഈസ്റ്റ് ബംഗാൾ തകർത്തത്. ശരിക്കും ഒരു ചരിത്ര നേട്ടം എന്ന് തന്നെ പറയണം. ഈ ഫൈനൽ ജയിച്ചതോടുകൂടി ഡ്യൂറൻ കപ്പുകളുടെ എണ്ണത്തിൽ മോഹൻ ബഗാനൊപ്പം ഈസ്റ്റ് ബംഗാൾ എത്തിക്കഴിഞ്ഞു. കൊൽക്കത്ത ഫുട്ബോളിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ രണ്ട് ക്ലബ്ബുകളും പല പല ഫേസുകളിലായിട്ട് തുടർച്ചയായിട്ട് ഒരുപാട് വർഷങ്ങൾ ഡോമിനേറ്റ് ചെയ്ത ചരിത്രമുണ്ട്. ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവർ ഇന്ത്യയുടെ ചാമ്പ്യന്മാരായി ഇപ്പൊ ദേ ഡ്യൂറൻ കപ്പ് ഉയർത്തി. ഇപ്പൊ ആ ക്ലബിന്റെയും ആരാധകരുടെയും മനസ്സിൽ ഒരേ ഒരു കാര്യം ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ആ തുടർച്ചയായ വർഷങ്ങളിലെ ഡോമിനേഷൻ ഇല്ലേ, അത് തന്നെ ആയിരിക്കണം അവരുടെ മനസ്സിൽ. കാരണം മോഹൻ ബഗാനെ ഇത്രയും ഡോമിനേറ്റ് ചെയ്ത് ഇത്രയും കൺവിൻസിംഗ് ആയിട്ട് ഈ ഫൈനലിൽ തോപ്പിച്ചതിന് ശേഷം അവർക്ക് അങ്ങനെ സ്വപ്നം കാണാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. എന്തായാലും ഒട്ടും വൈകാതെ ഈ ഡ്യൂറൻ കപ്പ് ഫൈനലിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ 3 കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ ബിപിൻ സിംഗും വലിയ വലിയ ഒക്കേഷനുകളും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. കാരണം ഈസ്റ്റ് ബംഗാളിന്റെ കഴിഞ്ഞ 2 ഞാൻ കണ്ട മത്സരങ്ങൾ കണ്ടപ്പോൾ അതിൽ 2 സുവർണ അവസരങ്ങൾ മിസ് ചെയ്തൊരു പ്ലെയർ ആണ് ബിപിൻ സിംഗ്. അൽ അറബിക്കെതിരെ നമുക്കറിയാം ജസിന്റെ ആ ഒരു പാസ് അത് കൺവേർട്ട് ചെയ്യാനായില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ സെമി ഫൈനലിൽ ജസിൻ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു ചാൻസ് ബിബിന് ടാർഗറ്റിൽ അടിക്കാനായില്ല. ഈ ഒരു മത്സരത്തിലും ബിബിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ പിച്ചിൽ ഒരുപക്ഷെ ഒരു ഗോള് ഡെസ്പെററ്റ്ലി ആവശ്യം ഉണ്ടായിരുന്നത് ആ പ്ലെയറിനാണ്. ആ പ്ലെയർ തന്നെ ഇന്നത്തെ ഫൈനലിലെ ആദ്യ ഗോൾ അടിച്ചു എന്നുള്ളതാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മുംബൈ സിറ്റിയെ ISL ചാമ്പ്യന്മാരാക്കിയ ഗോൾ ബിബിൻ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ സീസൺ അവസാന ദിവസം ഈസ്റ്റ് ബംഗാൾ ആ കംബാക്കിലൂടെ ആ കിരീടം ഉയർത്തിയപ്പോൾ ബാസിം റഷീദ് അടിച്ച ആ വിന്നറിൽ അതിന്റെ പിന്നിൽ ബിബിന്റെ ഒരു വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ സ്പെഷ്യൽ ഒക്കേഷനുകളും ഈ പ്ലെയറും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന്. ഇന്നും നമുക്കറിയാം, ഒരുപക്ഷെ കഴിഞ്ഞ 2 മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാളിന്റെ അറ്റാക്കിൽ ഏറ്റവും ഡിസപ്പോയിന്റിംഗ് ആയിട്ട് തോന്നിയ പ്ലെയറിൽ ഒരാൾ അത് ബിബിൻ തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് ആ ആദ്യ ഗോളിന് വേണ്ടിയുള്ള ആ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, റാഷിദിന്റെ നല്ലൊരു പാസ്, പക്ഷെ ആ ഡിഫൻഡറിനെ വ്യക്തമായി കബളിപ്പിച്ച് ആ സ്പേസിലേക്ക് ഒരു റണ്ണ് മേക്ക് ചെയ്തു. നല്ലൊരു ഫിനിഷ്. ബിഫോർ യു നോ ഇറ്റ് 1-0 ഏർലി ഗോൾ. ആ ഒരു ഗോള് ഈസ്റ്റ് ബംഗാളിന് നല്ലൊരു മൊമെന്റം നൽകി. കഴിഞ്ഞ 2 മത്സരങ്ങളുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്ലെയറിന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടോപ്പ് ലെവൽ ISL ക്ലബിന്റെ അറ്റാക്കിൽ റെഗുലർലി സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിക്കാൻ പറ്റുമോന്ന് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഏതൊക്കെ ഒരു പോയിന്റിൽ ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു. ബിക്കോസ് നമുക്കറിയാം ഈ കൊൽക്കത്ത ക്ലബ്ബുകൾ അവരെപ്പോഴും അടുത്ത നെക്സ്റ്റ് ബെസ്റ്റ് അപ്ഗ്രേഡിനെ തേടി നടക്കുന്ന ടീംസ് ആണ്. അതുകൊണ്ട് തന്നെ എത്ര നാള് ബിബിന് ആ ഒരു ലോക്ക്ഡൌൺ ചെയ്ത് വെക്കാനാവും എന്ന് എനിക്ക് വലിയ ഉറപ്പില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ ആ ഒരു മത്സരം ചൂണ്ടിക്കാണിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇങ്ങനത്തെ വലിയ വലിയ ഒക്കേഷനുകളിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള കോൺട്രിബ്യൂഷൻസ് നൽകി തെളിയിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആ ലൈനപ്പിലുള്ളത് ഏതൊരു ടീമിനും ഒരു വലിയ മുതൽക്കൂട്ടാണ്. അത് ഐഡന്റിഫൈ ചെയ്ത് ഈ പ്ലെയറിനെ വീണ്ടും വീണ്ടും ബാക്ക് ചെയ്ത ഹബാസിന് ഇരിക്കട്ടെ ഒരു കയ്യടി. ഈസ്റ്റ് ബംഗാളിനെതിരെ ഏറ്റ ഈ ഒരു തോൽവി അത് ഏതൊരു മോഹൻ ബഗാൻ ആരാധകനും ഒരു വലിയ നാണക്കേട് തന്നെയാണ്. ഇങ്ങനെ ഒരു മത്സരത്തിൽ കൊൽക്കത്തയിൽ 4-1 തോക്കുക എന്ന് പറഞ്ഞാൽ അത് ആഴത്തിൽ പതിഞ്ഞ ഒരു മുറിവ് തന്നെ. എന്നാൽ ആ ആരാധകരെ പോലെ തന്നെ അത്രയും നാണം കെട്ട ഒരു പ്ലെയർ ഇന്ന് ആ മോഹൻ ബഗാൻ ലൈനപ്പിലും ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, മിഗേൽ ഫിഗേറയാണ്. നമുക്കറിയാം കഴിഞ്ഞ കൊല്ലം ISL ഒരു പുതിയ സൈനിങ് ആയിട്ട് വന്ന് ഈസ്റ്റ് ബംഗാളിൽ തകർത്ത അടി അവരെ ചാമ്പ്യന്മാരാക്കി അവിടെ ഒരു ലെജൻഡറി സ്റ്റാറ്റസിൽ, അതായത് ആരാധകരുടെ തോളത്ത് കയറിയിരുന്ന് പൂമാലകൾ കൊണ്ടും കളർ വാരി എറിഞ്ഞും സെലിബ്രേറ്റ് ചെയ്ത ഒരു പ്ലെയർ. ആ പ്ലെയർ പെട്ടെന്ന് ഈ സീസണിന് മുമ്പ് മറുകണ്ഠം ചാടുന്നു, നേരെ മോഹൻ ബഗാനിലേക്ക് പോകുന്നു. ഒരു ഡയറക്റ്റ് ട്രാൻസ്ഫർ അത് മോഹൻ ബഗാന്റെയും ഈസ്റ്റ് ബംഗാളിന്റെ ഇടയ്ക്ക് ഇതിനു മുമ്പും നടന്നിട്ടുണ്ടെങ്കിലും ഇത്ര പെട്ടെന്ന് ഈ പ്ലെയറിനെ മോഹൻ ബഗാൻ റാഞ്ചു എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നില്ല. ആൻഡ് ഇന്ന് മിഗേൽ ഫിഗേറയുടെ സെക്കൻഡ് ഹാഫിലെ ആ പെർഫോമൻസും ആ കഷ്ടപ്പാടും ഒക്കെ കണ്ട് ഓരോ ഈസ്റ്റ് ബംഗാൾ ഫാനും ഒന്ന് സന്തോഷിച്ചിട്ടുണ്ടാവും. താനോസ് ഡിൽപേരസ് ഒരു വജ്രായുധം എന്ന കണക്കിനാണ് മിഗേൽ ഫിഗേറനെ ഇന്ന് അങ്ങോട്ട് ഇറക്കി വിട്ടത്. നമ്മൾ ഓർക്കണം, സഹലിനെ പോലും ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ടാണ്
ഈ പ്ലെയറിനെ ആ ഒരു അഡ്വാൻസ്ഡ് റോളിൽ കളിക്കാൻ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവരുന്നത്. പക്ഷെ എന്നിട്ടും മോഹൻ ബഗാൻ ഒരു രക്ഷ ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്തായാലും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ISL തന്നെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിരുന്ന ഒരു പ്ലെയർ ഇന്ന് ഏറ്റവും നാണം കെട്ട ഒരു തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. തിങ്സ് ചേഞ്ച് ക്വിക്ലി ഇൻ ഫുട്ബോൾ ആൻഡ് ഫിഗേറ ഇന്ന് അത് മനസ്സിലാക്കി കാണും. ആൻഡ് ഫൈനലി വാട്ട് ടൈം ബ്രോ, ഇറ്റ്സ് എഡ്മണ്ട് ടൈം ബ്രോ. എന്തൊരു പെർഫോമൻസ്. നമുക്കറിയാം ISL കഴിഞ്ഞ സീസൺ അവസാനം നടന്ന ആ ഒരു കൊൽക്കത്ത ഡർബിയിൽ എഡ്മണ്ടിന്റെ ഗോള്, അതിനുശേഷമുള്ള സെലിബ്രേഷൻ, പിന്നീട് റെഡ് കാർഡ് മേടിച്ച് പുറത്താവുന്നു, അങ്ങനെയൊക്കെ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള കുറെ സംഗതികളിലൂടെ കടന്നുപോയ ഒരു പ്ലെയർ ആണ് എഡ്മണ്ട്. അതിന്റെയൊക്കെ ഒടുവിൽ അവർ ISL ചാമ്പ്യന്മാരായി. പക്ഷെ മോഹൻ ബഗാനെതിരെ പേഴ്സണലി ഒരു കണക്ക് തീർക്കണം എന്നുള്ള സംഭവം അവിടെ ബാക്കി ഉണ്ടായിരുന്നു. അതെന്തായാലും ഇന്ന് എഡ്മണ്ട് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഒരു ഫൈനലിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി മോഹൻ ബഗാനെതിരെ ഒരു ഹാട്രിക് ഒക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാളും വലിയ സംഭവമാണ്. എഡ്മണ്ടിന്റെ ക്വാളിറ്റിയെ കുറിച്ചൊന്നും നമുക്ക് ആർക്കും ഒരു സംശയമില്ല. കഴിഞ്ഞ ISL സീസണും അതിനൊക്കെ മുമ്പും ഇന്റർകാശിയിൽ കളിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഈ പ്ലെയറിനെ കുറിച്ച് അറിയാം. എന്തായാലും ഈസ്റ്റ് ബംഗാളിലേക്ക് വന്നതിന് ശേഷം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എഡ്മണ്ടിന് വെച്ചടി കയറ്റമാണ്. ആൻഡ് അത് കണ്ടിന്യൂ ചെയ്യാനാവട്ടെ. കാരണം ഈ പ്ലെയർ ഡെഫിനറ്റ്ലി ഈസ്റ്റ് ബംഗാളിന് മാത്രമല്ല ഇന്ത്യക്കും ഒരു വലിയ വാഗ്ദാനം തന്നെയാണ്. ആൻഡ് ദർ ഇസ് സോ മച്ച് ടു അഡ്മയർ അബൌട്ട് ഹിം. ആ ഒരു കോൺഫിഡൻസും തന്റെ എബിലിറ്റിയിലുള്ള വിശ്വാസവും നമുക്കറിയാം. ആദ്യത്തെ ഗോൾ അടിച്ചതിന് ഏതാനും മിനിറ്റുകൾക്ക് ശേഷമാണ് രണ്ടാമത് ആ ഡിസ്റ്റൻസിൽ നിന്ന് ഷോട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നതും അത് കറക്റ്റ് ആയിട്ട് വലയിലെത്തിക്കുന്നതും. വിശാൽ കെയ്ത്തിനെ പോലെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ കീപ്പർമാരെ ആ ഒരു ഡിസ്റ്റൻസിൽ നിന്നും ടേക്ക് ഓൺ ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സും ആ ഒരു ചങ്കൂറ്റവും അത് ആ പ്ലെയറിന്റെ ക്വാളിറ്റി തന്നെയാണ്. പിന്നീടുള്ള ആ ഒരു ഫിനിഷിലാണെങ്കിലും നല്ലോണം ഡ്രിബിൾ ചെയ്ത് ആ ഒരു ആംഗിളിൽ ബാലൻസ് തെറ്റിയിട്ടും കറക്റ്റ് ആയിട്ട് ആ ബോൾ വലയിൽ എത്തിച്ചു എന്നുള്ളതാണ്. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് എന്ന് അടിവരയിട്ട് പറയാം മോഹൻ ബഗാന്റെ പെട്ടിയിൽ ആണി അടിച്ച മുതല്. ഈസ്റ്റ് ബംഗാളിന്റെ AFC ചാമ്പ്യൻസ് ലീഗ് 2 ഗ്രൂപ്പ് സ്റ്റേജ് എതിരാളികൾ ആരൊക്കെയാന്നൊക്കെ ഇപ്പൊ നമുക്കറിയാം. എന്തായാലും ആ ഒരു ഏഷ്യൻ സ്റ്റേജിലും എഡ്മണ്ടിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റട്ടെ. കാരണം ആ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഈ പ്ലെയറിന്റെ ഡെവലപ്മെന്റിന് ഭയങ്കര ക്രൂഷ്യൽ ആയിരിക്കും. അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഡ്യൂറൻ കപ്പ് ഫൈനലിലെ ഗോൾ മഴ നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഈസ്റ്റ് ബംഗാൾ തന്നെയാണ് ഇപ്പോഴും ഈ ലീഗിലെ ടോപ്പ് ഡോഗ് എന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് എല്ലാവർക്കും ISL-നായിട്ട് വെയിറ്റ് ചെയ്യാം. ആ വെയിറ്റിംഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടേക്ക് ഓവറും എത്രയും പെട്ടെന്ന് നടക്കട്ടെ. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി ഓണം. ഞാൻ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് കോണ്ടന്റ് ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.